നമസ്കാരം. മലബാർ മീഡിയ ന്യൂസിൻ്റെ പരമ്പരയായ സ്ഥാനാർത്ഥിയും 10 ചോദ്യങ്ങളും എന്ന പരിപാടിയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ പനത്തടി പഞ്ചായത്തിലാണ്. പനത്തടി പഞ്ചായത്തിൽ 17-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീമതി എം പത്മകുമാരിയോടൊപ്പം നമുക്ക് ചോദ്യങ്ങൾ സംവദിക്കാം. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. മലബാർ മീഡിയ ന്യൂസിൻ്റെ പനത്തടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. മാഡത്തിനെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് പത്മകുമാരി. ഞാൻ ഈ കോളിച്ചാൽ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. ഭർത്താവ് കോളിച്ചാലിൽ കട നടത്തുന്നു. കുട്ടികൾ 2 പെൺകുട്ടികളാണ്. ഒരാൾ B.Ed 2ാം വർഷം പഠിക്കുന്നു. മറ്റേ കുട്ടി ബി ഫാമിലി കോഴിക്കോട് പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഫാമിലിയുടെ ജോലി. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണെന്നാണ് അറിയാൻ സാധിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ നിലവിലെ വാർഡിലെ ആ വാർഡിൻ്റെ പേരും വാർഡിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നിലവിൽ ഞാൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. വീണ്ടും നമ്മുടെ പനത്തടി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് എരിഞ്ഞിരങ്കോട് എന്ന വാർഡിനെ പ്രതിനിധീകരിച്ചാണ് ഞാനിപ്പോൾ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വീടുകളും തന്നെ 2 മട്ടമൊക്കെ കയറി ഇറങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഉന്നതികളിൽ അവരെ വികസന പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ എത്തിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണമെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉന്നതികളിൽ കുടിവെള്ള പ്രശ്നത്തിനൊരു പരിഹാരമാവുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വാർഡിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ നിയോഗിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പനത്തടി പഞ്ചായത്തിലെ വികസന മുന്നേറ്റത്തിന് പാർട്ടി നിർദ്ദേശിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിലെ വികസനം നല്ല രീതിയിൽ സാധ്യമായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നിലവിൽ പഞ്ചായത്തിൻ്റെ പനത്തടി പഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ഗവൺമെൻറ് നേതൃത്വത്തിൽ നമ്മുടെ CPM-ൻ്റെ ഭരണത്തിലാണുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പനത്തടി പഞ്ചായത്ത് ഇപ്പം ഇറങ്ങുന്നതിന് മുമ്പേ കളിസ്ഥലം ഉൾപ്പെടെ ശ്മശാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി പകുതി വഴിക്കായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അധികാരത്തിൽ വന്നാൽ അതിൻ്റെ തുടർച്ചയെന്നോളം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള റോഡുകളുണ്ട്. അത് MLA ആയാലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും അതോടൊപ്പം തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ നമ്മുടെ ഈ ഭാഗത്തുള്ള റോഡുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് റോഡുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റോഡ് നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ കുടിവെള്ള പദ്ധതികൾ അത് നമ്മൾ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വാർഡിൽ നിന്നും ജയിച്ചു വന്നാൽ ആ കുടിവെള്ള പദ്ധതിയെങ്കിലും പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ. ചോദ്യങ്ങളിൽ ഇല്ലാത്ത ഒരു ചോദ്യം ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പനത്തടി പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിക്കൊണ്ട് എന്താണ് കർഷകർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്? കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, അത് ക്ഷീര കർഷകരെയായാലും മറ്റുള്ള കർഷകരെയായാലും നമുക്ക് ഒട്ടനവധി പദ്ധതികൾ നമ്മൾ നടത്തി വന്നിട്ടുണ്ട്. കർഷകരുടെ താല്പര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കും എന്ന് താങ്കളിപ്പോൾ പറഞ്ഞു. അത് കൂടാതെ മറ്റെന്തെങ്കിലും വികസന പദ്ധതികൾ മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ വെക്കാനുള്ള പ്ലാനിങ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാലിന് സബ്സിഡി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഇപ്പം കർഷകരെല്ലാം പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി, അതോടൊപ്പം തന്നെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്.
ജൈവവള യൂണിറ്റ്, അതായത് നമ്മൾ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിരേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായി പിന്നെ ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 9 ബ്ലോക്കിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലാകെ 500 ബ്ലോക്കിനെയാണ് തിരഞ്ഞെടുത്തത്. അതിലൊന്ന് പരപ്പ ബ്ലോക്ക് പഞ്ചായത്താണ്. ആ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് 2ാം സ്ഥാനത്ത് ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് 3,75,00,000 രൂപയാണ് അധികമായി നമ്മുടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. 7 പഞ്ചായത്തിലാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി പനത്തടി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് ജൈവവള യൂണിറ്റാണ്. അപ്പം നമ്മളിവിടെ തന്നെ ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് കർഷകർക്ക് മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുക്കുന്നതിനൊരു പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ ക്ലിനിക്കുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ മണ്ണ് പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ആസ്പിരേഷൻ ബ്ലോക്ക് നമുക്ക് വന്നതോടുകൂടി ഒട്ടനവധി ആരോഗ്യ മേഖലയിൽ നമുക്ക് ഒട്ടനവധി ഫണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 20 ലക്ഷം രൂപയാണ് നമ്മൾ ജിയോ ലാബ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഈ ലാബുകൾക്ക് നമ്മൾ ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണം നമ്മൾ മറ്റു പദ്ധതികളും ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുവരും. 5 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എന്ന നിലയിൽ എന്താണ് ഒരു ജനപ്രതിനിധി, എന്താണ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നമ്മൾ വീണ്ടും ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിലവിൽ ഞാനൊരു അംഗൻവാടി ടീച്ചറായിരുന്നു. 20 വർഷക്കാലത്തോളം അംഗൻവാടി ടീച്ചറായി പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ യാദൃശ്ചികമായി ഞാൻ ഈ ജനപ്രതിനിധി ആയപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും എനിക്കെന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഈ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ 5 വർഷക്കാലം എങ്ങനെയാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചൊരു നല്ല ധാരണയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ വളരെ എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ, വിമർശനങ്ങളൊക്കെ വരാറുണ്ട്. അത്തരം വിമർശനങ്ങളെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വിമർശനങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാവുന്നതാണ്, അത് സ്വാഭാവികം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വാർഡിൽ പോകുമ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം വ്യക്തിപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടും നമ്മളോട് മറ്റുള്ള ആളുകൾ വരെ ആ ഒരു രീതിയിലാണ് നമ്മളെ ആളുകൾ നോക്കിക്കാണുന്നത്. കാരണം ഞാൻ ആദ്യമായി കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരാളല്ല. 20 വർഷക്കാലമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 20 വർഷക്കാലം ഒരു അംഗൻവാടി പ്രവർത്തകയായി പൊതുപ്രവർത്തനം നടത്തിയ എന്ന നിലയിൽ പ്രത്യേകിച്ചും ഉന്നതികളിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അംഗൻവാടി ടീച്ചർ എന്ന നിലയിൽ 2008 പനത്തടി പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു അംഗൻവാടി ടീച്ചർ എന്ന ഒരു ബഹുമതി നേടിയതോ അഭിമാനത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ അംഗൻവാടി യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ്. അംഗൻവാടി യൂണിയൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ മഹിളാ അസോസിയേഷൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയുമാണ്. അതോടൊപ്പം ഇന്നിപ്പോൾ നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ജനങ്ങളുമായി നേരിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഉന്നതികളിലെ ഓരോ പ്രശ്നങ്ങളും അവരുടെ ഓരോ പൾസും അറിയുന്ന ഒരാളെന്ന നിലയിൽ അവരെ 20 വർഷക്കാലം അത്തരം ആളുകളെ ചേർത്ത് നിർത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ അവർ എന്നെയും ആ രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായി കാണുന്നത്. ഈ ഉന്നതികളിലുള്ള ആളുകൾ എന്നെ ചേർത്ത് നിർത്തുന്നത് എത്രമാത്രം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതെനിക്ക് ഒരുപാട് അഭിമാനമുള്ളൊരു കാര്യമാണ്. അല്ലാതെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. 2 ചോദ്യങ്ങളും കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. ഭാവിയിൽ താങ്കളൊരു മെമ്പറായി വന്നാൽ നമ്മുടെ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. എൻ്റെ കഴിഞ്ഞ നാളത്തെ പ്രവർത്തന പരിചയം വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരികയാണെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് നമുക്ക് രാഷ്ട്രീയം. അത് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ എൻ്റെ വാർഡിനകത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒരേ രീതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട്
എന്താണോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എൻ്റെ വാർഡിനകത്തിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എന്താണോ നമ്മുടെ നാടിന് ആവശ്യം, എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിന് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ റോഡുകൾ പ്രത്യേകിച്ചും MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെല്ലാം റോഡുകൾ എൻ്റെ വാർഡിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നടപ്പിലാക്കേണ്ട കുടിവെള്ള പദ്ധതികളും റോഡുകളും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും വികസന പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാവോ? അതായത് മായിത്തി, വെള്ളക്കല്ല്, എരിഞ്ഞിരങ്കോട് ഭാഗത്തേക്കുള്ള റോഡുകൾ അത് പൂർത്തീകരിക്കണം. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ആ റോഡ് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഈ വാർഡിൽ നിന്ന് ജയിച്ചു വന്നാൽ അത് ഏറ്റെടുത്ത് നടത്താൻ ഞാൻ തയ്യാറാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി കാണുന്ന ദീർഘകാല വർഷത്തെ പാരമ്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള ഇപ്പോഴും അംഗൻവാടി ടീച്ചറാണോ? ഇപ്പം നിലവിൽ ഞാൻ ലീവിലാണുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ ലീവ് എടുത്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു. മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ച എന്ന ഒരു ടീച്ചർ എന്നുള്ള ഒരു ബഹുമതി നമുക്ക് നാട്ടുകാരുടെ കൈവശം മുതൽക്കൂട്ടായിട്ടുള്ളപ്പോൾ ഉന്നതികളിലും മറ്റ് പ്രാദേശിക മേഖലകളിലും ഒക്കെ മികവ് തെളിയിച്ച 5 വർഷക്കാലം പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് സേവനം അനുഷ്ഠിച്ച ശ്രീമതി പത്മകുമാരി എല്ലാവിധ വിജയാശംസകളും മലബാർ മീഡിയ ന്യൂസിൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു.